Check, check. പ്രിയമുള്ളവരെ, ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് മാനന്തവാടിയിലെ ലഹരി വിരുദ്ധ കൂട്ടായ്മ ഒരുക്കിയ മോക്ക് ഡ്രില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ മോക്ക് ഡ്രില്ലിൽ അഭിനയിച്ച മുഴുവൻ ആളുകൾക്കും പൗരാവലിയുടെ ഹർഷാരവം അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബൈജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ മോക്ക് ഡ്രില്ലിൽ അഭിനയിച്ച ബൈജുവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബൈജു മുക്താർ. പ്രിയമുള്ളവരെ, ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് മാനന്തവാടിയിലെ ലഹരി വിരുദ്ധ കൂട്ടായ്മ നടത്തിയ മോക്ക് ഡ്രില്ലാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ മോക്ക് ഡ്രില്ലിൽ അഭിനയിച്ച മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ബൈജു മുക്താർ. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം ബൈജു മുക്താറിന്. ഈ മോക്ക് ഡ്രില്ലിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഇതാണ്: നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ, ഇങ്ങനെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന, വിൽപ്പന നടത്തുന്ന ആരെങ്കിലും വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ജനങ്ങൾ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കുകയും അത് തടഞ്ഞു വെച്ച് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയുമാണ് ചെയ്തത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ ദിനത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സന്ദേശം അറിയിച്ചുകൊണ്ട് പള്ളിക്കൽ നഹീമയിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സ്വാഗതഗാനത്തോടെ ഇവിടുത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഈ ഗാനം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പള്ളിക്കലിലെ പ്രിയപ്പെട്ട കുട്ടികളെ ക്ഷണിക്കുക.
വേണ്ട വേണ്ട ലഹരിയെന്നുണർത്തിടുന്ന യാത്രയെ വീണ്ടു വിചാരത്തിനായി കോർത്തിടുന്ന പാതയെ നീണ്ട 40 വന്നിടുന്ന നായകം നേർന്നിടാം SKN നസീഹയുടെ ഭാവുകം. വേണ്ട വേണ്ട ലഹരിയെന്നുണർത്തിടുന്ന യാത്രയെ വീണ്ടു വിചാരത്തിനായി കോർത്തിടുന്ന പാതയെ നീണ്ട 40 വണ്ടി വന്നിടുന്ന നായകം നേർന്നിടാം SKN നസീഹയുടെ ഭാവുകം. നീറി നീറി ഉണങ്ങിടും നവകൗമാരങ്ങളിൽ 100 ചിരിയുടെ ചരാത് വിടർത്തിടുവാൻ. നീറി നീറി ഉണങ്ങിടും നവകൗമാരങ്ങളിൽ 100 ചിരിയുടെ ചരാത് വിടർത്തിടുവാൻ. ലഹരിയുടെ നാവുകൾ വിഴുങ്ങിയുള്ള തലമുറ പുലരിഗാനമീ കേരള യാത്രയുടെ പെരുമ്പറ. ലഹരിയുടെ നാവുകൾ വിഴുങ്ങിയുള്ള തലമുറ പുലരിഗാനമീ കേരള യാത്രയുടെ പെരുമ്പറ. വേണ്ട വേണ്ട ലഹരിയെന്നുണർത്തിടുന്ന യാത്രയെ വീണ്ടു വിചാരത്തിനായി കോർത്തിടുന്ന പാതയെ നീണ്ട 40 താണ്ടി വന്നിടുന്ന നായകം നേർന്നിടാം SKN നസീഹയുടെ ഭാവുകം. അഭിമാന കേരളത്തെ പടുത്തുള്ള 40 അഭിവന്യ മാധ്യമ നായകന് ഗാന്ധിനഗറിന് പുകളുകൾ. അഭിമാന കേരളത്തെ പടുത്തുള്ള 40 അഭിവന്യ മാധ്യമ നായകന് ഗാന്ധിനഗറിന് പുകളുകൾ. അക്രമത്തിൻ മുറിവുകൾ നമുക്കൊന്നായി തുന്നിടാം, അന്തലഹരി മാഫിയക്കെതിരെ പടപൊരുതിടാം. അക്രമത്തിൻ മുറിവുകൾ നമുക്കൊന്നായി തുന്നിടാം, അന്തലഹരി മാഫിയക്കെതിരെ പടപൊരുതിടാം. വേണ്ട വേണ്ട ലഹരിയെന്നുണർത്തിടുന്ന യാത്രയെ വീണ്ടു വിചാരത്തിനായി കോർത്തിടുന്ന പാതയെ നീണ്ട 40 താണ്ടി വന്നിടുന്ന നായകം നേർന്നിടാം SKN നസീഹയുടെ ഭാവുകം. വേണ്ട വേണ്ട ലഹരിയെന്നുണർത്തിടുന്ന യാത്രയെ വീണ്ടു വിചാരത്തിനായി കോർത്തിടുന്ന പാതയെ നീണ്ട 40 താണ്ടി വന്നിടുന്ന നായകം നേർന്നിടാം SKN നസീഹയുടെ ഭാവുകം. പ്രിയപ്പെട്ടവരെ, മാനന്തവാടിയിലെ ലഹരി വിരുദ്ധ പ്രതിഷേധ സദസ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ സദസ്സിൽ നമ്മുടെ കൂടെ 24 പ്രിയപ്പെട്ട SK എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിന് മുന്നോടിയായി ഇവിടെ സദസ്സ് ആരംഭിക്കുകയാണ്. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് മാനന്തവാടി നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീ PVS മൂസയാണ്. മൂസയ്ക്ക് ഏറെ സ്നേഹപൂർവ്വം ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി വരവേൽക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് മാനന്തവാടി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജേക്കബ് സെബാസ്റ്റ്യൻ സാറാണ്. ഈ സംഘാടക സമിതിയുടെ തുടക്കം മുതൽ ഇതൊരു നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായി മാറുകയാണ്. ഇവിടെ അവസാനിക്കുകയല്ല, പകരം ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം മാനവികതയുടെ പുതിയ ദിശകളിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണാണ്. ജേക്കബ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലി നമ്മളൊരു കോട്ട കെട്ടുകയാണ്. ഇവിടെ നമ്മളിന്ന് രാവിലെ ബാവലിയിൽ ഒരു കോട്ട കെട്ടി. പ്രതിഷേധത്തിൻ്റെ വലിയ കോട്ടയാണ് കെട്ടിയത്. മാനന്തവാടിയിലേക്കും വയനാട്ടിലേക്കും ഒക്കെ ലഹരി ഒഴുകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സ് ബാവലി വഴിക്കാണ് എന്ന് നമ്മൾ വായിച്ചറിഞ്ഞ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ ബാവലിയിലൊരു കോട്ട കെട്ടി. ആ കോട്ടയുടെ 2ാം ഘട്ടം നമ്മളിവിടെ കെട്ടുകയാണ്. കോട്ട കെട്ടി പ്രതിജ്ഞ ചൊല്ലിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നത്. ഈ പ്രതിജ്ഞ നമുക്ക് ചൊല്ലിത്തരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി വിഷന്റെ വയനാട് ജില്ലാ മാനേജറുമായ പ്രിയപ്പെട്ട എക്സൈസ് ഓഫീസർ ഷാജി AJ സാറാണ്. ഷാജി സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സന്ദേശം നൽകി നമ്മളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം മുഴുവൻ
ഒരു യാത്രയിൽ പിറകുകയാണ്. ശ്രീകണ്ഠൻ നായർ എന്ന പ്രതിഭാധമനായ പത്രപ്രവർത്തകൻ കഴിഞ്ഞ 40 വർഷമായി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ മാധ്യമ യാത്ര ഈ വർഷം അദ്ദേഹം മാറ്റിവെക്കുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. അരുത് ലഹരിയും അരുത് അക്രമവും എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ന് വയനാട്ടിലെത്തിയിരിക്കുകയാണ്. രാവിലെ പുൽപ്പള്ളിയിൽ നിന്ന് തുടങ്ങി ബാവലിയിലൂടെ വന്ന് മാനന്തവാടിയിലെത്തിയ ഈ യാത്രയിൽ നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരാണ്. SK വളരെ സ്നേഹപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ നമ്മുടെ കൂടെ മാനന്തവാടി നഗരസഭയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സിന്ധു സെബാസ്റ്റ്യൻ ഉണ്ട്. ഏറെ സ്നേഹപൂർവ്വം അഡ്വക്കേറ്റ് സിന്ധു സെബാസ്റ്റ്യനെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാനന്തവാടി നഗരസഭയുടെ കൗൺസിലറായ PV ജോർജിയേട്ടനുണ്ട്. ജോർജിയേട്ടനെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ നമ്മുടെ ഈ മാനന്തവാടിയുടെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ PT ബിജു, ശ്രീ MM നിഷാന്ത്, സുമ ഒഴക്കോടി, C കുഞ്ഞബ്ദുള്ള തുടങ്ങിയ പ്രതിഭകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ വിളിച്ചു ചേർത്ത സംഘാടക സമിതിയിൽ നിന്ന് ഏറ്റവും ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ ചേർത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഈ സംഘാടക സമിതിയിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട അബ്ദുൾ ജലീൽ ഫൈസി, ജലാലുദ്ദീൻ സാഹിദി, KCYM-ന്റെ രൂപത പ്രസിഡന്റ് വിപിൻ ജോസ്, മാനന്തവാടി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറി തോമസ് സേവ്യർ, പഴശ്ശി ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകൻ പ്രസാദ് VK, പ്രിയപ്പെട്ട ഉസ്മാനിക്ക, വ്യാപാരി വ്യവസായ പ്രതിനിധിയായിട്ട് എത്തിയിരുന്ന ഉസ്മാനിക്ക തുടങ്ങി ഈ പ്രസ്ഥാനത്തിനോടും ഈ പ്രവർത്തനത്തോടുമൊക്കെ ഏറ്റവും സ്നേഹപൂർവ്വം ചേർന്ന് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു തുടക്കത്തിൻ്റെ ആരംഭത്തിൻ്റെ ഒരു ഘട്ടമാണിത്. നമ്മളിത് ഏറ്റെടുക്കേണ്ടതാണ്. ഇവിടെ മുൻപ് ഇത്തരം സമരങ്ങൾ മദ്യവിരുദ്ധ സമിതിയിലും അതോടൊപ്പം തന്നെയുള്ള മറ്റു പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി സമരം നടത്തിയ മാക്കമ്മ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ ഒരു തുടക്കത്തിനാണ് നമ്മളെ നാടിനെ കാർന്നു തിന്നുന്ന, നമ്മുടെ തലമുറയെ ഇല്ലാതാക്കി മാറ്റുന്ന സിന്തറ്റിക് ലഹരികൾക്കെതിരെ, മാരകമായ ലഹരികൾക്കെതിരെ കോട്ട കെട്ടുക എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിയിട്ട് ഈ ഉദ്യമത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട PVS മുസയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയം നിറഞ്ഞ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന മാനന്തവാടി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീ ജേക്കബ് സെബാസ്റ്റ്യൻ മാസ്റ്റർ, ഇവിടെ സ്വാഗതം പറഞ്ഞ ഷാജൻ മാഷ്, അതുപോലെ ഇവിടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിരുന്ന നമ്മുടെ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ ഷാജി, അതുപോലെ ഇവിടെ ഈ പരിപാടിയുടെ മുഖ്യ ആകർഷമായ പ്രിയപ്പെട്ട SKN, അതുപോലെ ഇവിടെ ആശംസകൾ നേരുന്ന അഡ്വക്കേറ്റ് സിന്ധു സെബാസ്റ്റ്യൻ, PV ജോർജേട്ടൻ, MM നിഷാന്ത്, സുമ ഒഴക്കോടി, C കുഞ്ഞബ്ദുള്ള സാഹിബ്, അബ്ദുൽ ജലീൽ ഫൈസി അടക്കമുള്ള പ്രിയപ്പെട്ട ജമാലുദ്ദീൻ സയദി, ബിബിൻ ജോസ്, തോമസ് സേവ്യർ, പ്രസാദ് PJ, ഉസ്മാനിക്ക അടക്കമുള്ള വ്യാപാരി വ്യവസായയുടെ മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, പ്രിയപ്പെട്ട മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ 4 വർഷം നമ്മുടെ ഇവിടെ ബീവറേജിന് സമരം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മാക്കയും വെള്ളയും ഇവിടെയുണ്ട്. അവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം SKN തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ കേരളത്തിന് മുഴുവൻ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും വന്ന് ഈ ലഹരി വിരുദ്ധ സന്ദേശവുമായി എത്തിയ SKN നമുക്കറിയാം വയനാട്ടിലും എത്തുകയാണ്. വയനാട്ടിൽ ഇന്ന് ബാവലിയിൽ രാവിലെ പരിപാടി കഴിഞ്ഞ് ഇന്ന് മാനന്തവാടിയിൽ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം ലഹരി വലിയൊരു വിപത്താണ്. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ആ ലഹരിയെ ഇല്ലാതാക്കുവാൻ നമ്മൾ ഓരോരുത്തരും കൃത്യമായി ഇടപെട്ട് അതിനെ നമ്മൾ കണ്ണും കാതും ഉണർന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലഹരിയെ നമുക്ക് ഈ രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കൂ. തീർച്ചയായും SKN-ൻ്റെ ഈ വലിയ സന്ദേശം നമുക്കറിയാം. വിവിധ കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ വലിയ ആൾക്കൂട്ടങ്ങളും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടിയും നമുക്കറിയാം ഇന്ന് വിഷുവിൻ്റെ തലേദിവസമായിട്ട് പോലും
ആളുകൾ ഇവിടെ തിങ്ങിക്കൂടിയിരിക്കണം. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. അതിനു മുമ്പ് ആശംസകളും മറ്റു പ്രതിജ്ഞകളൊക്കെ ഇവിടെയുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും വലിയ തിരക്കിനിടെ തലേന്ന് വലിയ തിരക്കിനിടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും അതുപോലെ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട മാനന്തവാടി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീ ജേക്കബ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മാനന്തവാടി മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീ PVS മൂസക്ക, ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച ഷാജൻ മാസ്റ്റർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ശ്രീമതി അഡ്വക്കേറ്റ് സിന്ധു സെബാസ്റ്റ്യൻ, അതുപോലെ കൗൺസിലർമാരായ ജോർജ് ഏട്ടൻ, ജോയി, ശ്രീ PV ജോർജ് ഏട്ടൻ, AM നിശാന്ത്, PT ബിജു, ഉസ്മാനിക്ക, C കുഞ്ഞബ്ദുള്ളക്ക, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എക്സൈസ് ഷാജി സാർ, ഇവിടെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലും നമുക്കറിയാം, കലാലയങ്ങളിലും എല്ലാ സദസ്സുകളിലും എല്ലാ കുടുംബങ്ങളിലും പണ്ട് സമൂഹത്തിനാണ് ലഹരി ഉപയോഗം കൊണ്ട് പ്രശ്നമെങ്കിൽ ഇന്ന് ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ്. ലഹരിയുടെ ഉപയോഗം മൂലം മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹപാഠികളെ കൊല്ലുന്നു. ഒന്നിനും ഒരു മടിയുമില്ലാത്ത രീതിയിൽ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ സാർവത്രികമായിരിക്കുകയാണ്. ഈ സമയത്താണ് 24 ചാനലിൻ്റെ ശ്രീകണ്ഠൻ നായർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു വലിയൊരു മനുഷ്യസ്നേഹിയാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തിലാണ് ഇടപെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യനുണ്ടായാൽ മാത്രമേ ഈ സമൂഹം, ഈ മനുഷ്യന് അടുത്ത തലമുറ ഉണ്ടാവുകയുള്ളൂ. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അടുത്ത തലമുറ മനുഷ്യനെന്നൊരു ജീവി ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ് നമ്മുടെ ചെറുപ്പക്കാർ. പണ്ട് കാലത്ത് നമുക്കറിയാം, പ്രായമായ ആളുകളാണ് ലഹരിയെല്ലാം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് 10 വയസ്സ് മുതലുള്ള ചെറിയ കുട്ടികളടക്കം, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും, മിക്ക ക്യാമ്പസുകളിലും മിക്ക കുട്ടികളടക്കം ഇത് ഉപയോഗിച്ച് ഈ ഒരു തലമുറ നശിച്ചു പോകുന്നത്. ആ തലമുറയെ വീണ്ടെടുക്കാനുള്ള ഒരു പടയോട്ടത്തിലാണ് 24 ചാനലിൻ്റെ ശ്രീകണ്ഠൻ നായരും എല്ലാവരും എന്ന് നമുക്ക് പൂർണ്ണമായും ബോധ്യമുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഇതിനെ മാറ്റിയെടുക്കണം. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതിനു വേണ്ടിയുള്ള ഓട്ടമാണ്. ഊണും ഉറക്കവുമില്ലാതെ ശ്രീകണ്ഠൻ നായരടക്കം എല്ലാവരും ഇതിനു വേണ്ടി ഒത്തുചേരുകയാണ്. ഇപ്പോൾ മാനന്തവാടിയിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പൗരാവലി മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരുടെയും കുടുംബങ്ങളെ ബാധിച്ചു. പണ്ട് സമൂഹത്തിൽ ഏതാനും വ്യക്തികളുടെ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നും പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളിൽ വന്നപ്പോൾ എല്ലാവരും ഒരു വളരെ പേടിയോടുകൂടിയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് വയനാടെന്ന് പറയുമ്പോൾ മാനന്തവാടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ബാവലിയിൽ ഇതിപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. കേരളത്തിൻ്റെ 2 അതിരുകൾ പങ്കെടുക്കുന്നതാണ് തമിഴ്നാടും കർണാടകയും. ഭൂരിപക്ഷം മയക്കുമരുന്ന് സാധനങ്ങളും ഈ കേരളത്തിൽ എത്തിച്ചേരുന്നത് വയനാട് വഴിയാണ്. വയനാട്ടിൽ എക്സൈസിൻ്റെ പോലീസ് ശക്തമായ പ്രവർത്തനമുണ്ടെങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ ഉപഭോക്താക്കളും ഇതിൻ്റെ കടത്തിക്കൊണ്ട് വരുന്നവരും ധാരാളം ദിനദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാർ ഇതിൽ നിന്ന് പിന്തിരിക്കാനും ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനും ഈ 24 ചാനൽ കാണിക്കുന്ന പ്രവൃത്തിയെ മാനന്തവാടി നഗരസഭ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഈ പ്രവർത്തനം നിർത്തരുത്. ഞങ്ങളിവിടെ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ ഒരു യാത്രയോടുകൂടി ഈ പ്രവർത്തനം നിന്ന് 24 ചാനൽ പിന്മാറരുത്. ഇതിൻ്റെ തുടർ പ്രവർത്തനം ഉണ്ടാകണം. എങ്ങനെ നമുക്ക് ഈ പുതിയ തലമുറയെ രക്ഷിക്കാൻ സാധിക്കും? അവരെ സമൂഹത്തിൽ നല്ല ജനതയായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. നല്ല പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള, മതേതരത്വ ബോധമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം. ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും മാനന്തവാടി നഗരസഭ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, രാവിലെ നമ്മൾ ബാവലിയിൽ പ്രതിഷേധത്തിൻ്റെ കോട്ട കെട്ടിയാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നമ്മൾ കൈകൾ കോർത്ത് പിടിച്ച് ലഹരിക്കെതിരെയുള്ള കോട്ട കെട്ടുകയാണ്. ഈ കോട്ട ഭേദിച്ച് ഇനി നമ്മുടെ നാട്ടിലേക്ക് ലഹരി വരില്ല എന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കാൻ പോകുന്നത്. ഈ പ്രതിജ്ഞ എടുക്കുന്നതിന് വേണ്ടി
തൊട്ടടുത്തേക്കുന്ന ആളുടെ കയ്യിലൊന്ന് കൈ കോർത്ത് പിടിച്ച് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നിൽക്കുന്ന അവിടെ നിന്ന് തന്നെ തൊട്ടടുത്ത ആളുടെ കൈ പിടിച്ച് ഒരു പ്രതിഷേധ കോട്ട കെട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ കോട്ടയുടെ ഏറ്റവും ഇങ്ങേയറ്റം മാനന്തവാടി നഗരസഭയുടെ ഡെപ്യൂട്ടി ചെയർപേഴ്സണും മാനന്തവാടി നഗരസഭയുടെ കൗൺസിലർമാരും ചേർന്ന് നിൽക്കുന്നു. തുടർന്ന് എല്ലാവരും ചേർന്ന് കോട്ട കെട്ടുകയാണ്. ഷാജി സാറ് നമുക്ക് ഒരു പ്രതിജ്ഞ കൂടി ചൊല്ലിത്തരികയാണ്. വേദിയിൽ നമ്മൾ പ്രതിഷേധത്തിൻ്റെ കോട്ട കെട്ടുകയാണ്. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ ബാവലിയിൽ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബിയും 24 ചാനലിൻ്റെ പ്രിയപ്പെട്ട SKയും ചേർന്ന് കെട്ടിയ കോട്ടയുടെ തുടർച്ചയായി മാനന്തവാടിയിലെ പൗരാവലി ലഹരിക്കെതിരെയുള്ള കോട്ട തീർക്കുകയാണ്. നാടിനെ തകർക്കുന്ന, തലമുറയെ തകർക്കുന്ന, ജീവിതങ്ങളെ തകർക്കുന്ന ലഹരിക്കെതിരെ നമുക്കാവുന്ന തരത്തിൽ പ്രതികരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ട കെട്ടി നമ്മൾ പ്രതിജ്ഞ ചൊല്ലുകയാണ്. പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഡെപ്യൂട്ടി കമ്മീഷണർ കൂടിയായിട്ടുള്ള ഷാജി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പ്രതിജ്ഞ ചൊല്ലല് വെറും ഒരു അധര വ്യായാമം മാത്രമാകരുതെന്നാണ് എനിക്ക് ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ഉള്ളത്. നമ്മൾ ചൊല്ലുന്നത് പ്രവൃത്തിപഥത്തിൽ കൂടി എത്തിക്കാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ ഇതിലേക്ക് പോകേണ്ടത്. ഈ SKൻ്റെ ഈ യാത്രയ്ക്ക് എക്സൈസ് വകുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. എല്ലാവരും അതിനായി തയ്യാറാകുക. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ വലിയൊരു കോട്ട കെട്ടുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം, സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഇതിനെ നമുക്ക് തടയിടാൻ സാധിക്കുകയില്ല. പൊതുസമൂഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഈ തെറ്റായ പ്രതിലോമ ശക്തികളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പൊതുസമൂഹത്തെ ഉണർത്തുന്നതിൽ SKN ആരംഭിച്ചുള്ള യാത്രയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, നമുക്ക് ഇത്തരത്തിലുള്ള യാത്രകൾ കൊണ്ട് ഈ പ്രവർത്തികൾ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. തുടർന്നും ഇത്തരത്തിലുള്ള യാത്രകളും ഇദ്ദേഹത്തെ പോലെ മാധ്യമ രംഗത്തും അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിലും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഒന്നിച്ചു പോകുന്ന മഹത് വ്യക്തികൾ ഇത്തരത്തിലുള്ള യാത്രകൾ ആരംഭിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ഈ പ്രതിലോമ ശക്തികളെ ഇല്ലാതാക്കുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് എക്സൈസ് വകുപ്പ് ഇക്കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ നെഗറ്റീവ് വാർത്തകളൊക്കെ ഈ സമയങ്ങളിൽ കേട്ടു. തെറ്റായ വാർത്തകൾ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഈ വാർത്തകൾക്ക് നിദാനമായ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. എന്തുകൊണ്ട് ആ വ്യക്തി ആ രൂപത്തിലായി എന്ന് നമ്മൾ ചിന്തിച്ചില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിപരമായ ഒരു കാര്യം, ആ വ്യക്തി പെട്ടെന്ന് ആ രൂപത്തിലേക്ക് എത്തിപ്പെട്ടതല്ല. അവൻ്റെ ഏർലി അഡോളസൻ സ്റ്റേജിൽ അല്ലെങ്കിൽ അവൻ്റെ കൗമാരത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അവനിൽ കണ്ട ചില മാനസികമായ ചില മാറ്റങ്ങൾ, ചില സംഘർഷങ്ങളോ ചില മാറ്റങ്ങളോ ഒക്കെ യഥാസമയം കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കണ്ടെത്തിയെങ്കിൽ തന്നെ അവർക്ക് യഥാസമയത്തിൽ കൊടുക്കേണ്ടതായ ട്രീറ്റ്മെൻറ്റ്, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതിൽ മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുസമൂഹവും ചിലപ്പോൾ അജ്ഞത കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ജാള്യത കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവായ സംഭവങ്ങളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. കായികമായ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. പക്ഷേ മെൻ്റൽ ഹെൽത്ത് സംബന്ധിച്ച് നമ്മൾക്ക് അവബോധം കുറവാണ്.
മെൻ്റൽ ഹെൽത്തിനുള്ള സാഹചര്യം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മുടെ നാട്ടിൽ കൗൺസിലിംഗ് സെൻ്ററുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, അത് വർധനവുണ്ടാകേണ്ടതുണ്ട്. ആ കൗൺസിലിംഗ് സെൻറ്റർ, ലഭ്യമായ കൗൺസിലിംഗ് സെൻ്ററുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെ അതായത് ഡിമാൻഡ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കി ഡിമാൻഡ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ശക്തമായ എൻഫോഴ്സ്മെൻറ്റിലൂടെ ഈ സപ്ലൈയും കുറയ്ക്കുന്നതിനുള്ള പ്രയത്നത്തിൽ എക്സൈസ് വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. തുടർന്ന് ഈ സദസ്സിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ PT ബിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. പ്രിയപ്പെട്ട ബിജുവേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ബിജുവേട്ടൻ ഇവിടെ സ്ഥലത്ത് പ്രിയപ്പെട്ട എം നിഷാന്തിനെ ക്ഷണിക്കുകയാണ്. പ്രിയ നിഷാന്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളത്തിലെ സമൂഹ മനസാക്ഷി തൊട്ടുണർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ഒരു ദുരന്തമായി നമ്മുടെ വരും തലമുറ അഭിമുഖീകരിക്കുന്ന സിന്തറ്റിക് ഡ്രഗുകളും അല്ലാത്ത ലഹരികളുമൊക്കെ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ദുരന്തപൂരിതമായ ഇന്നുകളിൽ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മാധ്യമ പ്രവർത്തകൻ എന്നതിനുപരി ഈ നാട്ടിലെ മുഴുവൻ സമൂഹത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും പ്രശംസയ്ക്കും എല്ലാവരുടെയും ആരാധനയ്ക്കും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന, സാമൂഹ്യ നന്മ നിലനിർത്തി നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന SKN ടീമിനെയും ന്യൂസ് 24നെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കാലികമായ നാളുകളിൽ ഓരോ സംഘടനകളും സംരംഭങ്ങളുമൊക്കെ ഏറ്റെടുക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്വപൂർണമായ ഒരു വിഷയമെന്ന് പറയുന്നത് ലഹരിയാണ്. ആ ലഹരി ഇന്ന് വലിയ തോതിൽ നമ്മളെ വിഴുങ്ങാൻ, ഗ്രസിക്കാൻ, നമ്മുടെ തലമുറയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് MDMA ആയാലും, അത് പെത്തഡിനായാലും, അത് ആശിഷ് ഓയിലായാലും, അത് കഞ്ചാവായാലും, കഞ്ചാവിലെ ലഹരിക്കും മായമുണ്ട് എന്ന വസ്തുത നമ്മുടെ തലമുറ തിരിച്ചറിഞ്ഞുകൂടാ. ഒറിജിനൽ ലഹരിയാണെങ്കിൽ 10 വർഷം കൊണ്ട് മരിക്കേണ്ടവൻ വ്യാജമാണ് ലഹരിയിൽ കലരുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് മരണക്കയത്തിലേക്ക് തള്ളപ്പെടുന്ന ദുരന്തപൂർണമായ നാളുകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആകെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ഉണ്ടാകേണ്ടതുണ്ട്. മാനന്തവാടിയിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ SKN ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും തുടർ പ്രവർത്തനങ്ങളിൽ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാനന്തവാടി നഗരസഭയിലെ ഏറ്റവും പ്രിയപ്പെട്ട PV ജോർജേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ഏറ്റവും പ്രിയപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട മാനന്തവാടി നഗരസഭ ഡെപ്യൂട്ടി നഗരസഭ പൊതുജന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോസക്ക, ഇത് ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജേക്കബ് മാസ്റ്റർ, പ്രിയമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആദരണീയ ശ്രീകണ്ഠൻ നായർ സാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് എന്തുണ്ടായാലും വികസനമല്ല, സാമ്പത്തിക രംഗത്ത് എന്തെല്ലാം പുരോഗതി ഉണ്ടായാലും ആ പുരോഗതിയൊക്കെ നിന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ലഹരി വസ്തുക്കളുടെ ചെറിയ വിദ്യാർത്ഥികൾ, യുവാക്കൾ, സമൂഹത്തിൽ എല്ലാവരും പറഞ്ഞു പിടിക്കുന്നത് തടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കുന്നു. വീട്ടിൽ നിന്നിറങ്ങി റോട്ടിൽ കയറി വരുന്ന ബസ് വെട്ടിപ്പൊളിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സുകളെ എത്തിച്ചിരിക്കുന്നു. ആ മനസ്സ് മാറ്റിയെടുക്കാൻ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ മുന്നേറ്റം നടക്കുന്നത്. ഈ മുന്നേറ്റം നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ വിവിധ തലത്തിലുള്ള ആളുകളെ സ്വയം അവബോധമുണ്ടാക്കി ഈ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ, ഏറ്റവും വലിയ ഈ വിപത്തിനെ തടുക്കാനുള്ള ജനകീയ അവബോധം സൃഷ്ടിക്കാനുള്ള പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും ആ പ്രവർത്തനങ്ങളെ മുക്തം കണ്ട് ഞാൻ പ്രശംസിക്കുന്നു. ഈ പരിപാടി ജനഹൃദയങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ടീമിന് എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പിന്തുണ ഇതിനോടൊപ്പമാണ്, ജനങ്ങളുടെ മനസ്സൊപ്പമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരും നന്മ നിർത്തുന്നു. ഈ യാത്ര ഉയർന്ന സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളുമായി വിമുക്തി മിഷന്റെ മാനന്തവാടി താലൂക്ക് കോർഡിനേറ്റർ പ്രിയപ്പെട്ട വിജയ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഈ ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെ വിദ്യാർത്ഥികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കി വിദ്യാർത്ഥികളെ നല്ലൊരു യുവതയായി മാറ്റിയെടുത്ത്
സമൂഹത്തിനുള്ള നന്മയ്ക്കുള്ള ആൾക്കാരായി മാറ്റിയെടുത്ത് ഏറ്റവും നല്ല യുവാക്കളായി മുതൽക്കൂട്ടായി, രാജ്യത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ആളായി മാറ്റിയെടുക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. എനിക്കൊരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ഓരോരോ വീടുകളിൽ നിന്നും വിദ്യാർത്ഥികളെ വേണ്ടുന്നത് ഇരു കൈയോടും കൂടി നീട്ടി സ്വീകരിക്കാനും വേണ്ടാത്തതിനെ നോ പറഞ്ഞ് റിജക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ ഈ പരിപാടിക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ആശംസകളുമായി നമുക്കൊപ്പം പ്രിയപ്പെട്ട സുമ ഒഴക്കോടി എത്തുകയാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓരോ കുടുംബത്തിൻ്റെയും അടിത്തറ തന്നെ തകർക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനെയും എതിരെ പ്രതിഷേധിക്കുന്നത് നമ്മുടെ ഓരോ വ്യക്തികളുടെയും കടമയാണ്. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിന് ഓരോ വ്യക്തികളും സമൂഹത്തിൻ്റേതായാലും ഓരോ കുടുംബത്തിൻ്റെയായാലും എല്ലാവരും ഇതിനെ അറിയിച്ച് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകേണ്ടതാണ്. 24 ചാനലിനും ശ്രീകണ്ഠൻ നായർക്കും എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുൽ ജലീൽ ഫൈസിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുക. ആദരണീയരായ വിശിഷ്ടാതിഥികളെ, ശ്രോതാക്കളെ, അരുത് അക്രമം ലഹരി എന്ന പ്രമേയത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ വളരെ ശ്രദ്ധേയനായ SKN നയിക്കുന്ന മഹത്തായ ഒരു പ്രോഗ്രാമിലാണ് നാമൊക്കെയുള്ളത്. ലഹരിക്കെതിരെ 24 തുടങ്ങി വെച്ച ഈ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. കാരണം മാധ്യമം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൻ്റെ മനസ്സിനെ, ആശയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ലഹരിക്കെതിരെ, സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായി മാറിയ ലഹരിക്കെതിരെ മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ ജാഥയുടെ നായകൻ SKN നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 24-ലൂടെ മറ്റൊരു 24-ലെ മാധ്യമപ്രവർത്തകനായ അരുൺകുമാർ, അദ്ദേഹം പ്രവാചകർ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മഹത്തായ സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മതപ്രഭാഷകന്മാരൊക്കെ അവരുടെ വേദികളിൽ പറയുന്ന ഒരു സംഭവം, അഥവാ ഒരു ജ്ഞാനിയായ ആത്മീയമായി മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ട് പിശാച് വന്നുകൊണ്ട് പറയുകയാണ് 3 തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി. ആ തിന്മകളിൽ മദ്യം, അതുപോലെ തന്നെ കൊല, വ്യഭിചാരം, ഇത് 3ഉമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അയാൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ചെറുത് എന്ന നിലക്ക് മദ്യമാണ്. എന്നാൽ മദ്യം കഴിച്ച അയാൾ പിന്നീട് കൊലയും വ്യഭിചാരവും നടത്തി എന്ന് പറയുന്ന മഹത്തായ ഒരു വീഡിയോ, അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു സംഭവമാണ്. അരുൺകുമാറാണ് അത് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിലുണ്ടാകുന്ന സ്വാധീനം വളരെ വലുതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു അനുയായി വന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ദൈലമുൽ ഹിമ്മരി എന്ന് പറയുന്ന അനുയായി വന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ഞങ്ങൾ വളരെ തണുപ്പ് പ്രദേശത്ത് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഞങ്ങൾ സാധാരണയായ ഒരു പാനീയം, ഗോതമ്പ് കൊണ്ടൊരു പാനീയം ഉണ്ടാക്കാറുണ്ട്. ആ പാനീയം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിക്ക് നല്ല ഉന്മേഷം കിട്ടും, നല്ല ആവേശം കിട്ടും. ആ പാനീയം കുടിക്കാൻ പറ്റുമോ എന്നാണ് പ്രവാചകരോട് ചോദിക്കുന്നത്. പ്രവാചകൻ തിരിച്ച് ആ അനുയായിയോട് ചോദിക്കുന്നുണ്ട്, അവ യുസ്കിറു, അത് ലഹരി ഉണ്ടാക്കുന്ന സാധനമാണോ എന്ന്. ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്, പാനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ അനുയായിയോട് പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങളത് വർജിക്കണം. ആ സന്ദർഭത്തിൽ ആ അനുയായി പ്രവാചകരോട് ചോദിക്കുകയാണ്, ഞാനത് ഒഴിവാക്കാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ സമൂഹം
എൻ്റെ ഗ്രാമവാസികൾ അത് ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ ആ അനുയായിയോട് പറയുന്ന ഒരു മഹത്തായ വാചകമുണ്ട്. അവരോട് നിങ്ങൾ സമരം ചെയ്യുക. സമരം ചെയ്തുകൊണ്ട് ആ ഒരു തിന്മയെ പ്രതിരോധിക്കുക എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹരിക്കെതിരെ നേരത്തെ ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്കെതിരെ മാധ്യമങ്ങളും നമ്മുടെ സാമൂഹിക പ്രവർത്തകരും ഗവൺമെൻറ്റുമൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്നുണർത്തി ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. EPS ലേക്ക് ഷോ പ്രസൻസ് SKN40 തുടരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സുഹയിലെ മാനന്തവാടി ഗാന്ധി സ്ക്വയറിലാണ്. നമ്മുടെ വയനാട്ടിലെ പര്യടനം തുടരുകയാണ്. ആദ്യ ദിവസം നിങ്ങൾക്കൊക്കെ സുഖല്ലേ? നിങ്ങളെയൊക്കെ കാണാനായിട്ട് വന്നത് നമ്മള്. ഓക്കെ. അപ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഹലോ സുഖല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയുണ്ട് മാനന്തവാടിയില്. എനിക്ക് തോന്നുന്നത് സുഖയില്ലേ? എനിക്ക് തോന്നുന്നത് ഓക്കെ. ഒരുപാട് പേര് നൃത്തം ചെയ്യാനൊക്കെ ഇവിടെ ഡാൻസേഴ്സ്, ഒരുപാട് ജനങ്ങൾ. അപ്പൊ എനിക്കൊന്ന് നമ്മുടെ ഹെലികാം ഷോട്ട്സ് ഉണ്ടോ? ഇല്ല. ഹെലികാം ഉണ്ടെങ്കിൽ നമുക്ക് ഹെലികാമിലൂടെ ഹെലികാം ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. ഈ മാനന്തവാടിയില് കണ്ടില്ലേ കുട്ടികളൊക്കെ? ഹായ് മക്കളെ. ഓ ഹലോ. ഹായ്. ഓക്കെ. അപ്പോ സന്തോഷം. എന്താ അങ്ങയുടെ പേര്? നമ്മൾ മുമ്പേ പ്രസംഗിച്ചല്ലോ. ഓക്കെ. റെഡി ആയിക്കോട്ടെ. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒരുപാട് നമ്മുടെ വലിയൊരു ജനക്കൂട്ടം, നമ്മുടെ വലിയ പ്രതികരണമാണ്. ഒരിക്കലും നിർത്തരുത്. കാരണം ഇത് തുടർന്ന് കൊണ്ടുപോകണം. തുടർന്ന് കൊണ്ടുപോകണം. നമുക്ക് ലഹരി ഇവിടുന്ന് ഉന്മൂലനം ചെയ്യണം നമ്മുടെ നാട്ടിൽ നിന്ന്. എന്റെ പേര് മുസ്തഫ. ഉറപ്പല്ലേ? സാറിന്റെ ഒപ്പം ഉണ്ടാവും, കൂടെ ഉണ്ടാവും. സാറെ കണ്ടിട്ടാണ് ഈ തിരക്കിൽ ഓടി വന്നത്. എന്തായാലും ഗുഡ് ബൈ. വിഷു വേണ്ടിയാണോ? ഓക്കെ, താങ്ക് യു. ശ്രീരാജ്, വിഷു ആശംസകൾ. താങ്ക് യു. ഓക്കെ, ഗംഭീരമായിട്ട് പോട്ടെ. ആൾക്കാർ വിഷു ആഘോഷങ്ങളുടെ ഇടയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ സിനിമ നടനാണോ? ക്രൗരി എന്ന് പറഞ്ഞ സിനിമ. ഓ സൂപ്പർ. എന്താ പേര്? നിസാം. ഗംഭീരമായിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിക്കാൻ കഴിയട്ടെ. പക്ഷെ നമ്മുടെ ലഹരിക്കെതിരെ നോ കോംപ്രമൈസ്. പടം കിട്ടിയില്ലല്ലോ ഒന്നും. നോ കോംപ്രമൈസ്. അതാണ് വേണ്ടത്. അതാണ്. എന്റെ പേര് സുഹൈലി വയനാട്ടുകാരല്ലേ? വയനാട്ടുകാരാണ്, പക്ഷെ ഇവിടെയല്ല, പലവരത്താണ് സാർ. ഓക്കെ. ഹലോ. ഈ ലഹരിക്കെതിരെ ഏറ്റവും നല്ല ഒരു റീലും കാര്യങ്ങളൊക്കെ ഒരാളുണ്ട് ഇവിടെ, മിസ്റ്റർ ബൈജു. ഏറ്റവും തീർച്ചയായിട്ടും മദ്യപിക്കുകയോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും റീൽസും കാര്യങ്ങളും എല്ലാം കൂടി ലഹരിക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. റീൽസാണ് ലഹരി. ഒരു കലാകാരനും കൂടിയാണ്. കലാകാരനാ? ഓക്കെ, താങ്ക് യു. പ്രചാരണം തുടരുക. ഓക്കെ, താങ്ക് യു. അപ്പം സന്തോഷം. ശ്രദ്ധേയമായ പ്രവർത്തനം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. കാരണം മാധ്യമം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിന്റെ മനസ്സിനെ, ആശയങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തകരാണ്. വയനാട് ഘടകമാണ്. സജീവമായിട്ട് ചാരിറ്റി ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ലഹരിക്കെതിരെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായി മാറിയ ലഹരിക്കെതിരെ മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന കാര്യമാണ്. നിരാംബരി റഷീദ്. ഓക്കെ, നല്ല കാര്യം. മുന്നേ പ്രവർത്തിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സ്ട്രോങ് ആയിട്ടിരിക്കണം. അതെ, കൂടെ ഉണ്ടാവും. ഓക്കെ, വളരെ സന്തോഷം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 1400 ദിവസം സമരം ചെയ്ത മാനന്തവാടി പയ്യമ്പള്ളി ഉന്നതിയിലെ ആദിവാസി സ്ത്രീകളാണ്. എത്ര ദിവസമായിരുന്നു സമരം കിടന്നത്? എത്ര 4 വർഷം. 4 കൊല്ലം. ലഹരിക്കെതിരെ നിരാഹാര സമരം ഇരുന്നവർ. ബിവറേജ് മാറ്റാൻ വേണ്ടി. എനിക്കറിയാം. വളരെ സന്തോഷം. നിങ്ങളാണ് ഈ നാടിന്റെ ശക്തി. അപ്പൊ കോഴിക്കോടൊക്കെ ഒന്ന് പോകണം. കോഴിക്കോട് നമുക്ക് 20-ാം തീയതി ഒന്ന് പോകണം. മാനന്തവാടി ബീവറേജിനെതിരെ ഒരു മാറ്റം ഉണ്ടായില്ല. ഒരു ദിവസം ഞങ്ങൾ കൂട്ടിച്ചായിരുന്നു. ഒറ്റ ദിവസം കൂട്ടിച്ചല്ലോ. എന്റെ പേര് അഞ്ജന. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. നമ്മൾ കൗൺസിലറുടെ മോളാണ്. ഇവിടുത്തെ കൗൺസിലർ ജോർജ്.
ഞങ്ങളൊക്കെ സാറിന്റെ ആരാധകരാണ്. ഇവർക്ക് കരുത്തുപോരാണല്ലേ നമ്മുടെ യാത്ര. അപകടം പറ്റിയത് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ജനങ്ങൾ ഉണർത്തുന്നതിൽ വളരെ വിജയമാണ്. ഭയങ്കരമായിട്ട് ഉണർന്നിരിക്കുക. ഇത് കാണിച്ചാലൊന്നുമില്ല. ഇത് അവസാനിക്കരുത്, മുമ്പോട്ട് തുടരണം. അല്ലല്ല, ഇത് അവസാനത്തെ MDMA-കാരനെ പോയി നിങ്ങൾ പറഞ്ഞാലേ 100% ഞങ്ങളുടെ 100% സപ്പോർട്ട് നിങ്ങൾ പറയണം. ഇനി ഒരുത്തരും ഇവിടെ ഇല്ല. സാറിനെ പോലെ അതായത് ഇത് മീഡിയ രംഗത്തോ തന്നെയല്ല പൊതുരംഗത്ത് ജനങ്ങൾക്ക് നല്ലൊരു വ്യക്തിമുദ്രയുള്ള ആളുകൾ ഇതേ രൂപത്തിലുള്ള ഇത് ആരംഭിക്കണം, മുമ്പോട്ട് പോകണം. മാത്രമല്ല ഞാനിന്ന് നമ്മുടെ പള്ളിയുടെ നമ്മുടെ ബാവലി ആ പള്ളിയുടെ അവിടെ നിന്ന് ഒരുവൻ പറയുകയാണ് കേട്ടോ, 1 മണിക്കൂറിന് ഇവിടെ സാധനം ഞാൻ എത്തിച്ചു തരാം, വെല്ലുവിളി പോലെ. അതാ അവസ്ഥ. അങ്ങയുടെ നല്ലൊരു മെസ്സേജ്, ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെന്റൽ ഹെൽത്ത് നമ്മുടെ കേരളത്തിൽ കുറവാണ്, അതിനുള്ള ഒരു ഉന്മേഷം കൊടുക്കണം നിർബന്ധമായിട്ട്. ഇവരുടെ കൂടെയുള്ള ആളാണ് സാർ. നേരത്തെ പറഞ്ഞില്ല, ഒരു അപകടം പറ്റിയിട്ട് രാവിലെ പറഞ്ഞു ഒരു വണ്ടി കൊണ്ടിരിക്കാൻ ശ്രമിച്ചു. അതാണോ വണ്ടി കൊണ്ടിരിക്കാൻ ശ്രമിച്ചാണോ? എന്റെ അല്ല, എന്റെ സഹപ്രവർത്തകരെയാണ് വണ്ടി കൊണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അധൈര്യപ്പെടരുത്. നമുക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, കഴിച്ച തറ കാണത്തുള്ളത്. ഇത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ സജിന സജീവന്റെ അമ്മയാണ്. കൗൺസിലറാണ്. ഓ സന്തോഷം. ഇവിടെ എല്ലാം VIP-കളാണ്. സജിന സജീവന്റെ അമ്മയാണ്. ഓക്കെ, സന്തോഷം. താങ്ക് യു. സന്തോഷം. എല്ലാവരും ഞങ്ങളുടെ ആശംസകൾ കേട്ടോ. 100% വിജയിക്കണം, വിജയത്തിലേക്ക് എത്തണം. നമ്മൾ വിജയിപ്പിക്കും. ഞങ്ങളുണ്ട്. അവാർഡ് 2019 JC ഡാനിയൽ അവാർഡ് സാറ് തന്ന എറണാകുളം വെച്ച് സോനായസ് നായർ കാണാൻ ഒരുപാട് നേരം. പ്രിയമുള്ളവരെ നമസ്കാരം. ഹായ് മാനന്തവാടി. ഒന്നുകൂടെ വിളിച്ചാലേ കേൾക്കുമല്ലേ? ഗാന്ധി പാർക്ക്. എല്ലാവരും കേട്ടില്ല. ഹായ് മാനന്തവാടി. ഒന്നിച്ചുണർന്നോ? ഉണർന്നെങ്കിൽ നമുക്കിനി തുടങ്ങാം. റെഡി? കുഞ്ഞിക്കൈ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നു, നമുക്ക് ഒന്നിച്ചൊരേ ശബ്ദത്തിലാണെങ്കിൽ വയനാട്ടിൽ നിന്ന് MDMA-കാരെയൊക്കെ നമുക്ക് ആട്ടിപ്പായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മക്കളുടെ ഡാൻസ് ആയാലോ? ഹലോ, ഹായ് മോനെ. ഓക്കെ, ഒരുപാട് കൈ ഞാൻ കൊടുക്കുന്നുണ്ട്, വേണേ കൈ അങ്ങ് തന്നേക്കാം. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. ഓക്കെ, റെഡി? നമുക്ക് ഡാൻസ് തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ പോകൂ. മാനന്തവാടി ഗാന്ധി സ്ക്വയറിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് മയക്കുമരുന്നിനെതിരായുള്ള അന്തിമ യുദ്ധം ആരംഭിക്കാൻ സമയമായി. ഫൈനൽ വാർ, അൾട്ടിമേറ്റ് വാർ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനുമുമ്പ് നമ്മുടെ കുട്ടികളുടെ ഡാൻസ് തുടങ്ങട്ടെ. സ്റ്റാർട്ട്. പ്ലേ മ്യൂസിക് പ്ലേ. പ്രണവാലയ പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി കുരിപിൻസവേ കരുണാംബുരാസി శరణంటినే
ప్రార్థించేలాని వేదనవ్వాలని దేహమునే కోవెలగా నిన్ను కొలువుంచా జీవముతో భావముతో సేవలు చేశా ప్రతి ఋతువు నీవని ఎంచా సతతము నీ స్మరణే ధీంతారా జతులతో ప్రాణమే నాట్యం చేసే గతులతో రామశతం మూల నతులతో నాపైన నీ చూపు ఆపేలా శరణంటినే జనని నాద వినోదిని భువన పాలినివే అనాథ రక్షణ నీది కాదటే మురళి చేరవటే വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗംഭീരമായി മക്കളെ കൺഗ്രാജുലേഷൻസ് സൂപ്പറായി കേട്ടോ സൂപ്പറായി. ഇനി നിങ്ങൾക്ക് പോയി സുഖമായിട്ട് ഇടന്ന് ഉറങ്ങാം. നന്നായിട്ട് കളിച്ചു, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. ഓക്കെ ഹലോ ഞങ്ങൾ മാനന്തവാടി നടനകലാ കേന്ദ്രത്തിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങളും ഈ ഒരു ലഹരി വിമുക്ത ക്യാമ്പയിനിൽ പങ്കുചേരുന്നു എന്ന് അറിയിച്ചുള്ള വൈഷ്ണവി. സന്തോഷം. താങ്ക് യു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സാറ് സാബു മാസ്റ്റർ തൃശ്ശേരി. അപ്പം സാറോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും നന്ദി. നമ്മളെല്ലാവരും അണിചേരണം, ഒന്നിച്ചൊന്നായിട്ട് അണിചേരണം. ഇനിയിപ്പോൾ നമ്മൾ ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് സുഖയില്? പ്രിയമുള്ളവരെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം 16-ാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച എല്ലാ ജില്ലകളുടെയും ടച്ച് ചെയ്ത് കടന്നു പോകുന്ന ഈ കേരള പര്യടനം, കേരള യാത്ര 11ാമത്തെ ജില്ലയായ വയനാട് വന്നിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഇപ്പോൾ ഈ ഗാന്ധി സ്ക്വയറിൽ വന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിലെ ആദ്യ സംഭവമാണ് ഇങ്ങനൊരു കേരള യാത്ര. പൊതുപ്രവർത്തകരൊക്കെ മിക്കവാറും ഇടയ്ക്കിടെ കേരള യാത്ര നടത്തും, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ. ഇനി മയക്കുമരുന്നിനെതിരായിട്ട് ഒരു യാത്ര കൂടി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ആശംസ. ഒന്നാമത് നല്ല വെയിലാണ്, 39 ഡിഗ്രി ചൂടിൽ AC മുറിയിലൊക്കെ ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇറങ്ങി നടക്കുമ്പോൾ ലേശം കടുക്കും, നിങ്ങൾക്കറിയാമല്ലോ. ഇന്നലെ അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഈ 2-3 ജില്ലകൾ കടന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് പോലും ആവേശം കൂടി. മാത്രമല്ല, മാരകമായ ഈ ലഹരിയുടെ കടയറുത്ത് വീഴ്ത്തിയിട്ട് ഇനി വിശ്രമമുള്ളൂ എന്നാണ് ഞങ്ങൾ 60-65 ആളുകൾ തീരുമാനിച്ചത്. കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. കാരണം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കള്ള് ഷാപ്പിൽ പോയി ഒരു ലേശം കള്ള് വാങ്ങിച്ച് കുടിക്കുന്ന പോലൊന്നുമല്ല, പട്ടച്ചാരായം അടിക്കുന്ന പോലെയല്ല ഇത്. എന്ന് വെച്ചാൽ ചാരായം കുടിക്കണമെന്നല്ല, ഒരിക്കലും മദ്യം നിങ്ങൾക്ക് ശരീരത്തിന് ഗുണമൊന്നും ചെയ്യില്ല. പക്ഷേ ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രാസലഹരിയുടെ തീവ്രത കടുപ്പമറിയണമെങ്കിൽ കോഴിക്കോട് താമരശ്ശേരി നടന്ന സംഭവം ഒത്താൽ മതി. ഒരാൾ ഒരു MDMA-യുമായിട്ട് ഒരാളെ പോലീസ് പിടിക്കുന്നു. പോലീസിനെ വെട്ടിക്കാൻ വേണ്ടി MDMA-യുടെ കവർ അയാൾ വിഴുങ്ങുന്നു. ആമാശയത്തിൽ കവർ കിടന്ന് വിലസുന്നു. കുറച്ച് കഴിയുമ്പോൾ കവർ പൊട്ടുന്നു, അയാൾ മരിക്കുന്നു. ആമാശയത്തിൽ കിടക്കുന്ന MDMA-യുടെ കവർ പൊട്ടിയാൽ ഒരാൾ മരിച്ചു പോകും എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ തീവ്രതയെ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് ജീവിതം തകർത്തെറിയണമെങ്കിൽ നമ്മൾ നടത്തുന്നൊരു സൂയിസൈഡാണ്, ഒരു ആത്മഹത്യയാണ് MDMA എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MDMA ഒരു 7-8 തവണ കഴിച്ച് അഡിക്റ്റായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയെല്ലാം ഒരു മനോരോഗിയുടെ കൂട്ടാകും. മാനസിക രോഗി എങ്ങനെയാണ് പെരുമാറുക? അയാൾക്കൊരിക്കലും അയാളെ നിയന്ത്രിക്കാൻ കഴിയില്ല. മനോരോഗി എന്ന് പറഞ്ഞാൽ അയാളുടെ മനോനില തെറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്, കൺമുന്നിൽ നിൽക്കുന്നത് ആരാണ്, അമ്മയാണോ സഹോദരിയാണോ, ഇതൊന്നും അയാൾക്ക് മനസ്സിലാകില്ല. ഹോമിസൈഡൽ മാനിയ എന്ന് പറയുന്നൊരു മനോരോഗം ചിലപ്പോൾ നിങ്ങൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാകും. കൊലപാതക പ്രണയമാണത്. ഒരു കടാരി ഇങ്ങോട്ട് എടുത്ത് കുടാന്നിങ്ങനെ
കുത്തിയിടുന്ന സമയത്ത് ഈ മനോരോഗിക്കുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളാണ് ഹോമിസൈഡൽ മാനിയ നാം പ്രകടിപ്പിക്കുന്നത്. അതേപോലെ ഒരു രോഗിയാണ് ഈ MDMA പോലുള്ള രാസലഹരി കഴിക്കുന്ന ആളുകളും. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, MDMA കഴിക്കുന്നതിന് മുമ്പ് സ്കൂൾ വരാന്തകളിലൊക്കെ തന്നെ കൂളെന്നൊക്കെ പറഞ്ഞ മിഠായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ രാസലഹരിയല്ല, ചെറിയ ലഹരി കലർത്തി കുട്ടികൾക്ക് കൊടുക്കും. കുട്ടികളെ നിർബന്ധിക്കും, അവർ വാങ്ങിച്ച് കഴിക്കും. 5-6 തവണ കഴിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഈ സാധനമില്ലാതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും കൊച്ചുകുട്ടികൾക്ക്. അവർ ഈ കൊടുത്ത ആളിനെ അന്വേഷിച്ചിട്ട് പോകും. നിങ്ങളറിയണം, ഞങ്ങൾ ഈ പര്യടനം ആരംഭിക്കുമ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടൊരു തുറന്ന പോരാട്ടവുമായി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ധാരണ എന്തായിരുന്നു അറിയാമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് കേരളത്തിൽ MDMA കഴിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്നായിരുന്നു. എന്നാൽ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നപ്പോൾ, ആലത്തൂർ സ്റ്റേഷനിലെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്ന വിലയിരുത്തപ്പെട്ട സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നു, ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMAയുടെ അഡിക്റ്റാണെന്ന്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം നിങ്ങൾക്കറിയാമോ? 9 വയസ്സ്. 9 വയസ്സുള്ളൊരു കുട്ടി അകാലത്തിലെ അവൻ്റെ ആയുസ് 7 കൊല്ലമായി ചുരുക്കും. അതായത് MDMA പോലുള്ള രാസലഹരി നിരന്തരമായി കഴിക്കുന്ന ഒരാൾ 7 കൊല്ലത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതിൽ കൂടുതലായാൽ 1-2 കൊല്ലം കൂടി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് കവി പറയില്ലേ, അതേപോലെ ചിലപ്പോൾ കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കും. അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ കശക്കിയെറിയാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഈ ഭൂമിയിൽ ജീവിക്കുവാനും ഈ നാട്ടിലെ മനുഷ്യരുടെ സ്നേഹം അനുഭവിക്കുവാനും ഈ നാടിൻ്റെ പച്ചപ്പും ശുദ്ധവായുവും ജലവും എല്ലാം ആസ്വദിക്കാൻ കിട്ടിയ അപൂർവമായൊരു സൗഭാഗ്യം തകർത്ത് തരിപ്പണമാക്കിയിട്ട് നമ്മൾ ഈ രാസലഹരിയിൽ മൂക്കുകുത്തി വീഴുന്നു. ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നവർക്കറിയാം. പഞ്ചസാരയുടെ തരി പോലെ വെളുത്തിരിക്കുന്ന സാധനമാണ്, കാണുമ്പോൾ വലിയ തോന്നല്ല. ഇത് വീട്ടിൽ കഴിച്ചിട്ട് ഒരാൾ വന്നാൽ അറിയത്ത് പോലും ഇല്ല. ഇതിന് ശരിക്കും ഒരു ഗന്ധമില്ല, ഒരു മണമില്ല. നമ്മൾ സാധാരണ മൂക്കറ്റം മദ്യപിച്ച് വീട്ടിൽ കയറി എന്ന് കുടുംബത്തിൽ വന്ന് ഭാര്യയെ തല്ലുന്ന ഭർത്താവിന് അയാൾ മൂക്കറ്റം മദ്യപിച്ചാൽ വരുന്നതിനുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അടുത്ത മുറി കയറി കഥ അടയ്ക്കാം. ഇത് ഗന്ധം പോലും കാണത്തില്ല. 4ാം കാലിൽ വരുന്ന ഭർത്താവിനെ പോലെയോ മറ്റൊരാളിനെ പോലെയോ അല്ല ഈ MDMA. അപ്പോൾ മഹാ അപകടകാരിയാണ്. ഈ ഒരു യാത്ര, കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത് കുറച്ച് അമ്മമാരാണ്. ഈ അമ്മമാർ ഫ്ലാഗ് ഓഫ് ചെയ്തെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൽ കൺമുന്നിൽ സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയ സിദ്ധാർത്ഥൻ്റെ അമ്മ വരെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ഹോസ്റ്റൽ മുറിയിൽ റാഗിങ്ങിന് വിധേയമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. അതേപോലെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാരടങ്ങുന്ന ഒരു 100-150 അമ്മമാരാണ് ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. എന്തുകൊണ്ട് അമ്മമാർ? നിങ്ങൾക്കറിയാമോ? അമ്മമാരുടെ കണ്ണീര് മണ്ണിൽ വീണു തുടങ്ങി, ചുടുകണ്ണീർ വീണു തുടങ്ങി. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളൊക്കെ വളരെ മാന്യന്മാരാണ്, അവർക്ക് ഈ MDMA രാസലഹരിയൊന്നും ഞാൻ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്, വളർത്തുദോഷം അനുഭവിച്ച ചില കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ പോകുന്നത് എന്ന് നിങ്ങൾ കരുതുമായിരിക്കും. പക്ഷെ അതല്ല സത്യം. നിങ്ങൾ എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതി വീട്ടിൽ സന്തോഷമായി ഫ്ലവേഴ്സൊക്കെ ഓൺ ചെയ്ത് സീരിയലും കണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, തൊട്ടപ്പുറത്ത് MDMA കഴിച്ച് ഉന്മത്തനായി നടക്കുന്ന ഒരു പരാക്രമി നട്ടപ്പാതിരാക്കിയ കൊലക്കത്തിയുമായി വാതിൽ ചവിട്ടിപ്പൊളിച്ച് നിങ്ങളുടെ വീട്ടിനുള്ളിൽ കയറി വരും. അവന് ഒരു ആഗ്രഹമേ ഉള്ളൂ, ചീറ്റിത്തെറിക്കുന്ന രക്തം. അവൻ നെഞ്ചിൽ കടാര കുത്തിയിറങ്ങും. നിങ്ങൾ അവൻ്റെ ശത്രുവാണ്, എന്തിനെന്ന് ചോദ്യമില്ല. കാര്യം ഒരു യുക്തിയും ഇങ്ങനെയുള്ള ആളുകളിൽ പ്രവർത്തിക്കില്ല. ഒരു ഡോക്ടർ ഇവിടെയുണ്ട്, നമ്മുടെ കൊച്ചു ഡോക്ടർ. അത് ഡോക്ടേഴ്സിന് നന്നായിട്ട് അറിയാം അവരുടെ പ്രകൃതം, താല്പര്യം, അവരുടെ പെരുമാറ്റം. ഞാൻ ഈ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി MDMA കഴിക്കുന്ന ഒരു പയ്യൻസിനെ കണ്ടു. അവൻ്റെ പ്രായം ഒരു 16-17 വയസ്സ് വരും, പ്രായപൂർത്തിയായിട്ടില്ല. അവൻ്റെ കണ്ണുകൾ കണ്ട് ഞാൻ പേടിച്ചുപോയി. ഭയചകിതമായ കണ്ണുകളെന്ന് മാത്രമല്ല, ആ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരിക. നമ്മളൊന്ന് തടഞ്ഞില്ലെങ്കിൽ ഈ കണ്ണെടുത്ത് പുറത്തിയാടിക്കളയും എന്നതിൽ ശരീരമാകെ കോലം കെട്ട് വികൃതമായ മുഖം, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തോന്നും. ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ പേടിച്ച് വശം കെട്ടു. ഞാനൊന്ന് തഴുകാൻ ശ്രമിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ചീറ്റപ്പുലിയെ പോലെ ചാടി എഴുന്നേറ്റു. നിങ്ങൾക്കറിയാം, ഒരു മാതൃവാത്സല്യവും അവൻ അനുഭവിക്കാൻ കഴിയില്ല. കാരണം അവനൊന്നും മനസ്സിലാകില്ല. അവനാകെയുള്ളത് കടാരി വേണം, കുത്തണം, കൊല്ലണം. ഞാൻ എന്തുകൊണ്ട് ഇതിന് ഇറങ്ങി തിരിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ നമ്മുടെ വാർത്താമുറിയിൽ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ രാവിലെ 7 മണിക്ക് ഞാൻ മോർണിംഗ് ഷോയിൽ വരാറുണ്ട്. നിങ്ങളൊക്കെ കാണും, വീട്ടമ്മമാരൊക്കെ പ്രത്യേകിച്ചും കാണും. നിങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടയിൽ ഞാൻ 7 മണി കഴിഞ്ഞ് 22 മിനിറ്റ് 18 സെക്കൻഡ്സ് എന്ന് പറയാറില്ലേ? കാര്യം നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ ഫ്ലോറിലോട്ട് വന്നു. നല്ല അത്യാവശ്യം കുളിച്ച് നല്ല റെഡിയായി. നമ്മളൊക്കെ മലയാളികൾ 4 നേരം കുളിക്കുമല്ലോ, കയ്യിൽ കുറച്ച് മോശമാണെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ 4 നേരമൊക്കെ കുളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കുളി കുളിച്ച് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ ആഗ്രഹം,
ഇന്നൊരു കൊലപാതകവും വായിക്കേണ്ടി വരരുത്, ആരുടെയും സമാധാനം കെടുത്തരുത്. ഇന്ന് ഒരുത്തനും ചുറ്റിക കൊണ്ട് അറിയാമല്ലോ, വെഞ്ഞാറമൂടിൽ ഒരു കൊലപാതകി ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ തലക്കടിച്ച് 5 പേരെ കൊന്നു. എന്നിട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ കയറി ചെന്ന് സന്തോഷമായിട്ട് പറഞ്ഞു, ഏതാണ്ട് ടൂർ പോയ കാര്യം പറയുന്ന പോലെ ഞാനൊരു 5-6 പേരെ കൊന്നിച്ച് വരിക, എങ്ങനെയുണ്ട് ഐഡിയ, ഹൗ ഈസ് മൈ ഐഡിയ എന്ന് ചോദിച്ചു. CA വിചാരിച്ച് ഭ്രാന്താന്ന് വിചാരിച്ച് മൂലയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോലീസുകാരനെ പറഞ്ഞു, ഇവൻ വട്ടാ പറയുന്നെങ്കിലും ചിലപ്പോൾ ഇനി എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു. കോൺസ്റ്റബിൾ അന്വേഷിച്ച് പോയി ഒരു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ 2 ശവം അവിടെ തന്നെ കിടപ്പുണ്ട്. അവനെ ഒരേ ചുറ്റി കൊണ്ടാണ് തിരുനെറ്റിയിലിടിച്ച് രക്തം ചീറ്റിയപ്പോൾ പോലും ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് യാതൊരു കുറ്റബോധവും ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ അഫാൻ ചിലപ്പോൾ MDMA കഴിച്ചിട്ടുള്ളവനായിരിക്കും, ഈ രാസലഹരി അവൻ്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ് അവന് യാതൊരു ഫീലിംഗും ഇല്ലായിരുന്നു. കണ്ട CIക്കും സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും ഞെട്ടലായി. ഞാൻ പറയാൻ വന്നത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ കുട്ടികൾ നല്ലവരാണ് എന്ന് കരുതി നമ്മൾ സമാധാനത്തോടെ വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് തെറ്റി. കാര്യം എന്താ അറിയോ? ഒരു സിനിമാ തിയേറ്ററിൽ പോകുമ്പോഴോ, നിങ്ങളൊരു വണ്ടിയിൽ സഞ്ചരിക്കുമ്പോഴോ, ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി നിൽക്കുമ്പോഴോ ചുമ്മാ ഒന്ന് ചിരിച്ചാൽ മതി. എന്തിനാടാ ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പിച്ചാത്തിയെടുത്തിട്ട് കുത്തായിരിക്കും. നിങ്ങൾ നിർദോഷമായിട്ട് ഒന്നും ചോദിച്ചു കാണത്തില്ല. നിങ്ങളൊന്ന് ചിരിച്ചാൽ മതി, എന്തിനാ കിണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തും. ഇതാണോ നമ്മുടെ നാട്ടിലെ സമാധാന ജീവിതം? ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ തീരുമാനിച്ച ദിവസം ഇങ്ങനൊരു പര്യടനം കേരളത്തിൽ നടത്തണം, കേരളത്തെ ഒന്നുകൂടി അറിയാൻ. ഞാൻ മനസ്സിലാക്കി എൻ്റെ കേരളമല്ല ഈ കാണുന്നത് എന്ന് സംശയം തോന്നിയൊരു നിമിഷം. ആ ദിവസം രാവിലെ 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ ദൈർഘ്യത്തിൽ 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. 14 കൊലപാതകങ്ങൾ. നിങ്ങൾ അറിയണം, ഈ കൊലപാതകങ്ങളൊക്കെ അതിനീചമായ കൊലപാതകങ്ങളാണ്. പെറ്റമ്മയുടെ നെഞ്ചു പിളർന്ന് കയറുക, അതല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പിതാവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുക. കുട്ടികൾ ചെയ്തിരിക്കുകയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. നമ്മൾ വാർത്താമുറിയിലിരുന്ന് ഞങ്ങളുടെ വാർത്താ ദുരന്തന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എന്തായി കേരളത്തിന് സംഭവിക്കുന്നത്, ഇനി ഈ വാർത്തകളൊക്കെ തെറ്റാകുമോ? ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു അന്വേഷണം നടത്താം. അങ്ങനെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ 2 ജില്ലകൾ കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും, ഞാനത് പറയുകയാണ്, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും രാസലഹരിയിൽ നിന്ന് വിമുക്തമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക. ഇന്നലെ രാത്രി 2:30 മണിക്ക് വരുമ്പോൾ ചെറിയ കുട്ടികളെ MDMAയുമായി പോലീസ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഈ വയനാട്ടിൽ, ഈ പുൽപ്പള്ളിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ ഞങ്ങളിന്ന് പോയ പല സ്ഥലത്തും ഒരാൾ അവകാശവാദത്തോടെ പറയുന്നു, സാർ 1 മണിക്കൂറൊന്ന് ക്ഷമയോട് കാത്തു നിൽക്കാമെങ്കിൽ ഇപ്പം ഞാൻ സാധനം കൊണ്ടുതരാമെന്ന് പറഞ്ഞു. എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞങ്ങ് പോയി. മനസ്സിലായി? എന്നോട് വെല്ലുവിളിക്കുന്ന പോലെ പോയി. പിന്നെ ഏതോ ഒരു MDMAക്കാരൻ്റെ കൈ പിടിച്ചങ്ങ് തിരിച്ച്. ആൾക്കൂട്ടമല്ലേ, എനിക്കൊന്നും മനസ്സിലാക്കാം. ഞാൻ കൈ കൊടുത്തു ഒരു വരല, അപ്പോൾ എനിക്ക് മനസ്സിലായി MDMAക്കാരൻ്റെ കയ്യിലെ എൻ്റെ കൈ, ഞാൻ കൈ വലിച്ചെടുത്തു. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ഫോണിൽ വിളിച്ച് പറഞ്ഞില്ല, കഴുത്തെ തല കാണത്തില്ലെന്ന് പറയും. എന്നും രാവിലെ തപ്പി നോക്കണം ഇതുണ്ടോന്ന്. ഈ സാധനം അപകടം പിടിച്ചതാണ്, എപ്പോൾ വേണമെങ്കിലും പോകാം. അപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ. നിങ്ങൾ ഇതിൽ നിന്നും അധൈര്യപ്പെടരുത്. ഞാൻ പറയുന്ന കാര്യം എന്താ അറിയോ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ അയലത്ത് ഈ MDMA വിൽക്കുന്ന ഒരുത്തരെ കണ്ടു കഴിഞ്ഞ് മനസ്സിലായാലും നമ്മൾ വിചാരിക്കും പാവം കഴിഞ്ഞു പോട്ടെ, അവന് ജീവിക്കാൻ വരെ മാർഗമില്ലാത്തവനല്ലേ. അവൻ ചെയ്യുന്നത് നിങ്ങളുടെ കുരുന്നുകളെ കൊലപ്പെടുത്തുന്ന തുല്യമുള്ള കർമ്മ പദ്ധതിയാണ് അവൻ ചെയ്യുന്നത്. അവനെ പോലീസിൽ ഏൽപ്പിക്കണം. നിങ്ങൾക്കൊരു സിവിൽ അധികാരമുണ്ട്, ഭരണഘടന നൽകുന്ന ഒരു അധികാരം. ഏതെങ്കിലും ഒരുവൻ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവനെ പോലീസിൽ ഏൽപ്പിക്കാൻ ഭരണഘടന നിങ്ങൾക്കൊരു അവകാശം നൽകുന്നുണ്ട്. കയ്യാങ്കളി പാടില്ല. കിട്ടിയാളുടെ ഇടിച്ച് മണ്ണ ഒട്ടിച്ച് കളയരുത്, അത്രയേ ഉള്ളൂ. നേരിട്ട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങൾ വല്ലാത്ത പ്രതികരണമാണിപ്പോൾ. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ സമാധാന ജീവിതം കെട്ടുപോകും. കോവിഡ് കഴിഞ്ഞതിന് ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഈ രാസലഹരി വ്യാപനം. ഈ ലഹരി ഇങ്ങനെ വ്യാപിക്കാൻ പാടില്ല. നമ്മുടെ സമാധാനം കെട്ടുപോകും. നിങ്ങൾക്കറിയാമോ, 70 കൊലപാതകങ്ങൾ കേരളത്തിൽ 2 മാസങ്ങൾക്കിടയിൽ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും അരങ്ങേറിയത് രാസലഹരിയുടെ സ്വാധീനത്തിലാണ്. MDMA കഴിച്ചവൻ കുത്തിക്കൊല്ലുന്നു. അതുപോലെ 600 കേസുകൾ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിൽ പോലീസ് എടുത്തപ്പോൾ അതിൽ 30% പേരും പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. നമ്മളെന്ത് പ്രതീക്ഷയോടെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്? 18 വയസ്സ് തികയാത്ത കുട്ടികൾ MDMA പോലുള്ള മാരകമായ രാസലഹരി ഉപയോഗിച്ചിട്ട് കൊലക്കത്തി കയ്യിലെടുത്ത് കൊലക്കത്തിയും വീശി നാടിൻ്റെ സമാധാനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു. നമുക്കെങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? നിങ്ങൾ ആലോചിക്കുക. ഈ നാട്ടിൽ നമുക്ക് ഇപ്പോൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് കൈവിട്ടു പോകും. ഞാൻ അറിയുന്ന കേരളമല്ല ഞാൻ ഇന്ന് കാണുന്ന കേരളം. കേരളം ഒരുപാട് മാറി. കവികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന് അന്യമാം രാജ്യങ്ങളിൽ. ഇങ്ങനെയാണോ കേരളം വളരേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ടൂറിസം, വയനാട്ടിലൊക്കെ ടൂറിസം വളരുന്നതിൻ്റെ ഏറ്റവും അത്ഭുതകരമായ കാഴ്ച ആവേശത്തോടെ കാണുന്നൊരു മാധ്യമപ്രവർത്തനാണ് ഞാൻ. അതായത് വയനാട് ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കുള്ള വയനാട്ടിലേക്കുള്ള
ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുമെന്ന് ഭയന്ന ഞാൻ തന്നെ അത് മുണ്ടക്കൈ ചൂരൽമല എന്ന് സർക്കാർ പറയുന്നതിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയ ആളാണ് ഞാൻ. കാര്യം മുണ്ടക്കൈ ചൂരൽമല 3 ഗ്രാമങ്ങളിൽ മാത്രം ഒരു പ്രളയ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തം വയനാടിനെ ചൂഴ്ന്നിറങ്ങാൻ പാടില്ല എന്ന് തീരുമാനിച്ചതാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ആ പറയുന്ന പ്രദേശത്ത് മാത്രം ഒതുക്കി നിർത്തിയില്ലെങ്കിൽ വയനാടിൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എത്രയോ തവണ ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞു. അപ്പം ഈ വയനാടിനുണ്ടാകുന്ന വേദനയൊക്കെ നമ്മൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി സുർജിത്ത് അയ്യപ്പത്ത് ഇവിടെ നിൽപ്പുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാടിൻ്റെ ഏറ്റവും ധീരനായ മാധ്യമപ്രവർത്തകനാണ്. ആ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടുന്നതിന് തൊട്ട് മുമ്പും തൊട്ട് പിന്നെയും ഒക്കെ തന്നെ വയനാടിൻ്റെ നാടിയിടിപ്പ് എന്താണെന്ന് 24 പ്രേക്ഷകരെ കേൾപ്പിച്ച ഒരു അസാധാരണമായ മാധ്യമപ്രവർത്തകനാണ് ഈ നമ്മുടെ സ്വന്തം സുർജിത്ത് അയ്യപ്പത്ത്. വികാരജീവിയാ, ചെറിയ കാര്യങ്ങൾ വന്നാൽ വേദനിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വികാര വേദനകളെല്ലാം തന്നെ ചില പ്രതിസന്ധികളിലും ദുരന്തങ്ങളിലും നാട് പെട്ടുപോകുമ്പോൾ ആ വേദനയിൽ നിന്ന് വേറെ രീതിയിൽ ജനിക്കുന്നൊരു ജേർണലിസ്റ്റിനെ നമുക്ക് അയാളിൽ കാണാം. അതാണ് നമ്മൾ ആദരവോടെ കാണുന്ന സുർജിത്ത് അയ്യപ്പത്ത് എന്ന് പറയുന്ന 24 പ്രിയപ്പെട്ട വയനാട് റിപ്പോർട്ടർ. അങ്ങനെ എത്രയോ ആളുകൾ. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ നാട്ടിൽ മദ്യം ഭയങ്കരമായിട്ട് മദ്യം ഇങ്ങനെ ഒഴുകുകയാണ്. ചാലക്കുടിയാണോ കരുനാഗപ്പള്ളിക്കാരാണോ ഏറ്റവും കൂടുതൽ കുടിക്കുന്നതെന്നുള്ള മത്സരം ഓരോ കൊല്ലം കേരളത്തിൽ നടക്കുന്നത്. സത്യത്തിൽ ഈ മദ്യപാനത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ MDMA കാര്യം പറയുമ്പോൾ ചാരായം കുടിക്കുന്നതിൻ്റെ കാര്യം എന്താ പറയാത്തത്? നമ്മളെല്ലാം കൂടി പറഞ്ഞാൽ എങ്ങും എത്തത്തില്ല. നമ്മൾ ആദ്യം ഈ ക്രിമിനലുകളെ, ഈ നരാധമന്മാരെ, ഈ നാടിനെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ഒരു 35,000 രൂപ ചിലവാക്കിയാൽ 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ നിന്ന്. ചെറിയ പരിപാടിയാണ്. കർണാടക സംസ്ഥാനം നിങ്ങൾക്കറിയാം, ഇന്ന് പോയ ആ പള്ളിക്കടുത്തുള്ള ആ പ്രദേശം, ആ കാട്ടുവഴികളിലൂടെ 6-7 കാട്ടുവഴികളിലൂടെ അവർ കടന്നു കയറിയ പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുറച്ച് പോലീസുകാരെ അവിടെ കണ്ടുള്ളൂ. സത്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ആ പറയുന്ന പള്ളിക്ക് സമീപം ഊടുവഴികൾ മുഴുവനും സീൽ ചെയ്യണം. ആ ഊടുവഴികൾ മുഴുവൻ സീൽ ചെയ്യണം. നിങ്ങളിറങ്ങി അവിടെ പോയി നിൽക്കണം. ഈ പള്ളിക്കരികിലൂടെ ആ പള്ളിയുടെ വിശുദ്ധി, ഞാനതിനകത്ത് പോയതാണ്. ആ പള്ളിയിൽ ആയിരക്കണക്കിന് നല്ല മനുഷ്യർ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വഴികളിലൂടെ MDMA പോലുള്ള മാരക ലാസരകരി കേരളത്തിലേക്ക് കടത്തുന്നത് മലയാളികൾ തന്നെയാണ്. ഇത് കർണാടകത്തിലുള്ളവരല്ല. കർണാടകത്തിൻ്റെ മുതലാളിമാരിയ്ക്കുന്നു. ആ മുതലാളിമാരുടെ സവിധത്തിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങി ഊടുവഴികളിലൂടെ നമ്മുടെ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച്, പോലീസിൻ്റെ കണ്ണുവെട്ടിക്കാതെ പോലീസിന് ആവശ്യമായ സംഘമില്ല. നമ്മൾ പറയുന്നത് കർണാടക സർക്കാർ തന്നെ ഈ ഉറവിടങ്ങളുണ്ടല്ലോ, ഈ MDMA കേരളത്തിലേക്ക് വരുന്ന ഉറവിടങ്ങൾ തച്ച് തകർക്കണം. കാരണം കേരളം തകർന്നാൽ കർണാടക തകരും, കർണാടകം തകർന്നാൽ തമിഴ്നാട് തകരും, ഇവരെല്ലാം തകർന്നാൽ ഇന്ത്യ തകർന്നു പോകും. അപ്പം നമ്മൾ ഒരേ ശബ്ദത്തിൽ നമ്മൾ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോഴും നമ്മൾ കുറച്ച് താമസിച്ചു പോയി. എന്നിരുന്നാലും നമ്മുടെ പോലീസ് സംവിധാനവും ജനങ്ങളുമെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. ഈ മാസം 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ 1 ലക്ഷം പേരുടെ ഒരു ശക്തി പ്രകടനം നടത്തുന്നു. എന്തിന് 1 ലക്ഷം പേർ? കുറച്ച് 10,000 പേർ നിന്നാൽ പോലെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും. എന്തിനാണെന്നറിയാമോ? കർണാടകത്തിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒക്കെ ഇരുന്ന് ഈ കേരളത്തിലേക്ക് ലഹരി ഒഴുക്കി വിടുന്ന ഈ നെറിയേട് കാണിക്കുന്ന നരാധമന്മാർ ഞെട്ടണം. കേരളീയർ ഒന്നാണ്, അവർക്ക് ശബ്ദം ഒന്നേ ഉള്ളൂ. നിൻ്റെയൊക്കെ കിടപ്പറകളിലേക്കും നിൻ്റെയൊക്കെ ഉറവിടങ്ങളിലേക്കും കടന്നു വരാൻ ഞങ്ങൾക്ക് 1 നിമിഷം മതി എന്ന് ഒരേ ശബ്ദത്തിൽ നമ്മൾ വിളിച്ചു പറയും. നിങ്ങളൊക്കെ കോഴിക്കോട് വരണം, നിങ്ങൾ കോഴിക്കോട് വരണം. കാരണം എന്താണെന്നറിയാമോ? ഇതൊരാളോ 9 പേരോ സർക്കാരോ തീരുമാനിച്ചാൽ നിർത്താൻ പറ്റില്ല. സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് അമ്മമാരാണ്. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കണം. ഈ 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അറബിക്കടൽ ഇരമ്പിയാർക്കുന്ന അതേ ശക്തിയിൽ നമ്മൾ ആവേഗത്തോടെ വിളിച്ചു പറയും, അവസാനത്തെ നരാധമനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം. കേരളത്തിൽ ഒരുവനും ഇനി MDMA പോലുള്ള മാരക രാസലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കടന്നു പോകണം. നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം. സമാധാനം ധ്വംസിക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരൂ. സമയം മറക്കണ്ട. 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. ചിലപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു മഴ വരാൻ സാധ്യതയുണ്ട്. ഇത്തിരി മഴ നനഞ്ഞാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ കാണുന്നുണ്ട് മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ഈ മേഘങ്ങളെ വല്ല MDMA-ക്കാനും വിലക്കെടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കാതിരിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങളെ അവിടെ കാണണം. നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വയനാട്ടിൽ നിന്ന് ഞായറാഴ്ച ദിവസം കിടന്ന് ഉറങ്ങിക്കൂടി. ആ സമയത്ത് നിങ്ങൾ ഇപ്പോഴും ഉറങ്ങാൻ തീരുമാനിച്ചാൽ എന്നേക്കുമായി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. കൊലക്കത്തിയുമായി പാഞ്ഞു നടക്കുന്ന MDMA-ക്കാരൻ്റെ കത്തിയിൽ ഇരയാകാൻ നിങ്ങൾക്കൊന്നും വിധിയില്ല എന്ന് തീരുമാനിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. 20-ാം തീയതി അങ്ങോട്ട് വരൂ. നിങ്ങളെ കാണാൻ കഴിഞ്ഞ സന്തോഷം. നിങ്ങളെല്ലാവരും, ഞാൻ ഈ
വടക്കൻ കേരളത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ ജില്ലകളിൽ ഇതിൻ്റെ അവബോധം വളരെ കൂടുതലാണ്. അമ്മമാർ മദേഴ്സ് ആർമി എന്ന് ഒരു ആർമിയെ പോലും കണ്ടുവരുന്ന വഴിക്ക് അമ്മമാരുടെ പട്ടാളം, അമ്മമാർ ചൂലെടുക്കണം, അധ്യാപകർ ചൂറിലെടുക്കണം, എന്നാലേ നമുക്കിതിന് അവസാനം ഉണ്ടാകൂ. അമ്മമാരൊക്കെ കരുത്തോടെ വരിക. നമുക്ക് അവിടെ കാണാം, കോഴിക്കോട് കടപ്പുറത്ത് 4 മണിക്ക് ഞായറാഴ്ച 20-ാം തീയതി വരുമല്ലോ. ഗുഡ് ബൈ. സുഗയിൽ 2 വാക്ക് പറയും. പ്രിയപ്പെട്ടവരെ, വയനാട്ടുകാരനാണ്. ഒരു കാലത്ത് ഈ ലഹരിയുടെ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബീവറേജിന് മുന്നിലൊക്കെ കിടക്കുന്ന ചില മനുഷ്യരായിരുന്നു. അതിനപ്പുറത്തേക്ക് ആര് എന്ത് എങ്ങനെ കഴിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാത്ത വല്ലാത്ത കെട്ട കാലത്താണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാളൊക്കെ ചിലപ്പോൾ MDMA ഉപയോഗിച്ച് ദിക്കറിയാതെ ദിശ അറിയാതെ നിൽക്കുകയായിരിക്കും. പക്ഷെ അത് കണ്ടെത്താൻ പോലും പറ്റാത്ത രീതിയിൽ മയക്കുമരുന്നതിൻ്റെ അത്യാധുനിക ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, അതിനെ വേരോടെ പിഴുതെടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്തിടെയാകുന്ന നാടില്ലാതാകും. എല്ലാ തലമുറയ്ക്കും ഓരോ പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സ്വാതന്ത്ര്യ പോരാട്ടമായിരുന്നു, ഒരു കാലത്ത് വിമോചന പോരാട്ടമായിരുന്നു. അതുപോലെ പുതുതലമുറയുടെ ദൗത്യം ലഹരി വിരുദ്ധ പോരാട്ടമാണ്. അതിൽ കണ്ണിമുറിയാതെ അണിചേരണം. നമുക്ക് ഒരുമിച്ച് ലഹരി എന്ന വിപത്തിനെ നാടുകടത്താം. മഴ വരുന്നതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൽ ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രിയപ്പെട്ട PT ബിജു, C കുഞ്ഞബ്ദുള്ള, ജമാലുദ്ദീൻ സാഹിദി, KCYM-ന്റെ രൂപത പ്രസിഡന്റ് വിപിൻ ജോസ് തുടങ്ങിയവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. PT ബിജുവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷം. ഈ വിഷുത്തലേന്ന് മാനന്തവാടിയിലെത്തി മാനന്തവാടിയുടെ വിഷുവിനെ തൂക്കിയെടുത്ത ലഹരിക്കെതിരെ ഇന്ന് ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം നമുക്കേവർക്കും പകർന്നു തന്നുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഇത്ര വലിയ ഒരു ക്യാമ്പയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട SKN, അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ സദുദ്യമത്തിൽ ജമാലുദ്ദീൻ സാഹിദി നമുക്കൊപ്പം ചേരുകയാണ്. ജമാലുദ്ദീൻ സാഹിദിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിപിൻ ജോസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, KCYM-ന്റെ രൂപത പ്രസിഡന്റ്. പ്രിയ ശ്രോതാക്കളെ, KCYM മാനന്തവാടി രൂപതയുടെ എന്നും മുന്നോട്ട് വെക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രകൾ നമ്മൾ ഈ ഓരങ്ങളിൽ കേട്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഗ്രാമം, റെഡ് റിബൺ എന്നീ ആൻറ്റി ക്യാമ്പയിനുകളുമായി KCYM യുവജനങ്ങളിലേക്ക് നേരത്തെ തൊട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ SKയുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ മാനന്തവാടി ഒന്നുകൂടി ഉറച്ചു പറയുകയാണ്, ലഹരി വേണ്ട, നമുക്ക് വേണ്ട, നമുക്കൊന്നുകൂടി തീരുമാനമെടുക്കാം. ലഹരിയെ വിടിഞ്ഞ് നമ്മുടെ ജീവിതം തന്നെ ലഹരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നിർത്തുന്നു. നന്ദി. ആശംസകളുമായി നമുക്കൊപ്പം പ്രിയപ്പെട്ട C കുഞ്ഞബ്ദുള്ള എത്തുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ മുഖ്യാതിഥിയും ഈ ജാഥാനായകനുമായ ശ്രീകണ്ഠൻ നായർ, സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന MDM പോലെയുള്ള മാരകമായ മയക്കുമരുന്നിനെതിരായിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തി ഈ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലഹരി നിർമ്മാർജ്ജന സമിതി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനെതിരായി, ഈ ലഹരിക്കെതിരായി പ്രചരണം നടത്തിയിട്ടുണ്ട്. അവരന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഐതിഹാസികമായ ഈ സമരവുമായി ശ്രീകണ്ഠൻ നായർ രംഗത്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ജയ് ഹിന്ദ്. SKയുടെ വരവറിയിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ മോക്ക് ഡ്രില്ലിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിരവധി സിനിമകളിൽ അഭിനയിച്ച പ്രിയപ്പെട്ട മുക്താറാണ്. മുക്താർ ഒരു നടനാണ്, MDMA പ്രവർത്തകനല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇദ്ദേഹം ഒരു മോക്ക് ഡ്രിൽ അവതരിപ്പിച്ചു. അതിലൊരു MDMA ലഹരി വിൽപ്പനക്കാരനായിട്ട് അവതരിപ്പിച്ചല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞാൻ ഈ പ്രസംഗിച്ചിട്ട് പോയിട്ട് അതെ കഥ കയറി നിങ്ങളെടുത്തിട്ട് അടിച്ചു കളയരുത്. ഇദ്ദേഹം
അഭിനയിച്ചതാണ്, കംപ്ലീറ്റ് അഭിനയിച്ച. വേണേ ഒന്ന് അടിച്ചു നോക്കൂ, അപ്പം അറിയാം അല്ലേ? അപ്പോൾ ഇതേ നടനാണ്, അദ്ദേഹം പറയും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. നമ്മളെ വാർത്തയിലൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലൊരു അവസരം കിട്ടിയതിന് എനിക്ക് നമ്മളെ സിബി, അതുപോലെ എൻ്റെ കൂടെ അഭിനയിച്ച അതുപോലെ നമ്മളെ മുനീർ, ഇതിലുള്ള ചാനലിലുള്ള ആൾക്കാർ, അതുപോലെ എല്ലാവരും നമ്മളെ കൂടെ അഭിനയിച്ച ബൈജു, നിഷാം, എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അടുത്ത മാസം എൻ്റെ ഒരു സിനിമ റിലീസാവുകയാണ്. ആരും തന്നെ ഇപ്പം ഈ ചെയ്ത സംഭവം ഇതുവരെ പോലീസുകാർ പിടിക്കുന്നതോടം വരെ ഒറിജിനലാണെന്നാണ് പറയുന്നത്. ആരും തന്നെ ഒരു ബാഡായിട്ട് അത് റിലീസ് ചെയ്യരുത്. എല്ലാവരും അതിൻ്റെ അടിയിൽ എൻ്റെ ടാഗ് എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാൻ, ലഹരിക്കെതിരെ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ടാഗ് നല്ലൊരു, എൻ്റെ ഷർട്ടൊക്കെ കയറി എനിക്ക് ചെറിയ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്. എന്നാലും നാളത്തെ നല്ലതിന് വേണ്ടിയിട്ട് ഷർട്ട് കയറിയിട്ടുണ്ട്. പിന്നെ നാളത്തെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ. ലഹരി എന്ന സംഭവം ഒരിക്കലും സന്തോഷം തരുന്നൊരു സാധനമല്ല, അത് സങ്കടപ്പെടുത്തുന്നതേ ഉള്ളൂ. എങ്ങനെ വന്നാലും സങ്കടപ്പെടുത്തിയുള്ളൂ. അതിനെ നമ്മൾ എങ്ങനെയായാലും നിരോധിച്ച് കളയുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഹാപ്പിനെസ് ആയിരിക്കുക. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ കൂടെ നന്ദി കിട്ടിയതിന് വലിയ നന്ദി. ഓക്കെ, താങ്ക് യു. ഈ ചടങ്ങിനെ ആശംസ അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഉസ്മാനിക്ക സംസാരിക്കുന്നു. ഉസ്മാനിക്ക. SKNന്റെ ഈ ഗാന്ധി പാർക്കിലെ SKN ഷോ ഇവിടെ ഗംഭീരമാക്കിയ 24 ചാനലിൻ്റെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസ അർപ്പിക്കുന്നു. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പ്രതിജ്ഞ എല്ലാവരും എടുത്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഉദ്യമത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഉദ്യമം ഏറ്റെടുക്കാൻ നമുക്ക് ആവേശമായി മാറിയത് കേരളത്തിൻ്റെ വാർത്താ വിതരണ രംഗത്തെ, വാർത്താ അവതാരണ രംഗത്തെ പുതുമുഖമായ ശ്രീ SK ആണ്. SK മാനന്തവാടി പൗരാവലി ആദരിക്കുകയാണ്. പഴശ്ശി ഗ്രന്ഥാലയവും മാനന്തവാടി പൗരാവലിയും ചേർന്ന് നടത്തുന്ന ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട തോമസ് സേവ്യറിനെയും പ്രസാദ് മാഷയെയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുനീറിനെയും ക്ഷണിക്കുകയാണ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ഓക്കെ, നമ്മുടെ നല്ല നടന് SKയുടെ ഒരു പ്രത്യേക ഗിഫ്റ്റ് നൽകുന്നു. ഒരു നല്ല കയ്യടി. ഞങ്ങൾ ഈ മൊമെൻറ്റോയിൽ കുറിച്ച് വെച്ചത് ഇങ്ങനെയാണ്: മാനന്തവാടി ലഹരി വിരുദ്ധ കൂട്ടായ്മ, വർത്തമാനകാലത്തെ സമാനതകളില്ലാത്ത വിപത്ത് എന്ന് നാം തിരിച്ചറിഞ്ഞ ലഹരിക്കെതിരെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധ്യത്തെ ഉണർത്തുന്നതിനായി SKN40 കേരള യാത്രയുമായി പത്രപ്രവർത്തന മേഖലയിൽ 4 പതിറ്റാണ്ടിൻ്റെ അനുഭവങ്ങളുമായി അങ്ങ് നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് മാനന്തവാടി പൗരാവലിയുടെ സ്നേഹാഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ അവസാനിക്കുകയാണ്. ഔപചാരികമായി നന്ദി പറയുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട പഴശ്ശി ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തകൻ പ്രസാദ് മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാധ്യമപ്രവർത്തന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കുക അസാധ്യമാണെന്ന് നമുക്കറിയാം. ആ കാലത്താണ് ബഹുമാനപ്പെട്ട SKN 40 വർഷം പൂർത്തിയാക്കുകയും വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുകയാണ്. അതോടൊപ്പം മാനന്തവാടിയിലെ പൗരാവലി സംഘടിപ്പിച്ച ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, മറ്റ് സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഗ്രന്ഥശാല പ്രവർത്തകർ, മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മളിന്ന് വൈകുന്നേരം 7 മണിക്കൊരു പ്രോഗ്രാം, SKയുമായിട്ടുള്ളൊരു പ്രോഗ്രാം പറഞ്ഞിരുന്നു. കാലാവസ്ഥ അത്ര സുഖകരമല്ലാത്തൊരു കാലാവസ്ഥയാണ്. മാനന്തവാടി പഴശ്ശി പാർക്കിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ പരിപാടി കുറച്ചുകൂടി നീട്ടി ഇവിടെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. അദ്ദേഹത്തെ എല്ലാ സ്നേഹവും അറിയിച്ചുകൊണ്ട് യാത്രയിൽ എല്ലാവിധ ആശംസകളും. ഇനിയും ശബ്ദം ഉയരട്ടെ. ശബ്ദം
ഇത് അവസാനിക്കുന്നവരെ ഉയരട്ടെ എന്നും നിങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി, സന്തോഷം, നമസ്കാരം. താങ്ക് യു മാനന്തവാടി.